ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശോഭായാത്ര നടന്നു. തിരുവനന്തപുരത്ത് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശോഭായാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു. നൂറുകണക്കിന് കുരുന്നുകളെയാണ് കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ് ശോഭായാത്രയിൽ അണിനിരത്തിയത്. മറ്റു ജില്ലകളിലും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം പാളയം ഗണപതി ക്ഷേത്രം മുതൽ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം വരെയാണ് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭയാത്ര നടന്നത്. നൂറുകണക്കിന് കുരുന്നുകളാണ് കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷം ധരിച്ച് നഗരവീതിയിൽ പിച്ചവെച്ചത്. അതോടെ പാട്ടും ഭജനയും ആഘോഷവുമായി തലസ്ഥാന നഗരം ഗോകുലമായി. വിവിധ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ശോഭയാത്രയുടെ ഭാഗമായി. നിരവധി പ്ലോട്ടുകളും അണിനിരന്നു. തലസ്ഥാനത്തിനു പുറമെ മറ്റ് ജില്ലകളിലും വിപുലമായ പരിപാടികൾ നടന്നു. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലും വിപുലമായ ആഘോഷങ്ങളും ശോഭയാത്രയും നടന്നു. കോഴിക്കോട് മഹാനഗർ ശോഭയാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ചു. മുതലക്കുളം മൈതാനിയിൽ സജ്ജമാക്കിയ അമ്പാടിയിലാണ് സമാപിച്ചത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രസാദ വിതരണവും ഉറിയടിയും നടന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.